ശ്ലോകം 4. ഉദ്ധവരെ കണ്ടു. ദൃഷ്ട്വാ ചൈനം, യനം ദൃഷ്ട്വാ, അദ്ദേഹത്തെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ത്വരൂപമലസത് വേഷം, ഭഗവാന് തുല്യമായ വേഷം. ആ ശരീരഘടനയൊക്കെ അതേപോലെയാണ്. അങ്ങക്ക് തുല്യം ശോഭിക്കുന്നതായ ശരീരവും വേഷവും ഭൂഷാഭിരാമം, ആഭരണങ്ങൾ, അതുപോലെയുള്ള ആഭരണങ്ങൾ കൊണ്ട് അഭിരാമനായിരിക്കുന്നു, എല്ലാവരെയും രമിപ്പിക്കുന്നവനായിരിക്കുന്നു. എപ്പോൾ ഉദ്ധവരെ കണ്ടുവോ അവർക്ക് ഭഗവാന്റെ ചിന്ത വീണ്ടും ഉണ്ടായി. സ്മൃത്വാ സ്മൃത്വാ തവ വിലസിതാനി, ഉദ്ധവർ വന്ന് അവരെല്ലാവരെയും സ്വീകരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഭഗവാന്റെ ഓർമ്മ വന്നു. ആ ഭഗവാൻ ചെയ്തതായ ലീലകളെല്ലാം സ്മൃത്വാ സ്മൃത്വാ, വീണ്ടും വീണ്ടും അവർക്കത് മറക്കാൻ സാധിക്കുന്നില്ല. തവ വിലസിതാനി, വിലാസങ്ങൾ, ലീലകൾ. ഏകദേശം ആ 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ഉള്ളതായ ആ ലീലകൾ, മാട്ടിനെ വയ്ക്കാൻ പോകുമ്പോഴൊക്കെ, അതുവരെയും അവർക്ക് ഈ ഉണ്ണിയെ കാണാൻ യശോദയുടെ അടുത്ത് പോകണം. ചിലപ്പോൾ തൊട്ടിലിൽ കിടക്കുന്ന ഉണ്ണിയായിരിക്കും കാണുന്നത്. കുറച്ച് കഴിഞ്ഞതായ സമയത്ത് തൊട്ടിൽ ആരുമില്ല. അപ്പോൾ പിൻഭാഗത്തോ അടുക്കളുടെ ഭാഗത്തോ എവിടെയെങ്കിലും ഓടിക്കളിക്കുന്നതായിട്ട് കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ യശോദയുടെ ഗൃഹത്തിൽ തന്നെ ഇല്ല. അപ്പോൾ അടുത്ത ഗൃഹങ്ങളിലേക്ക് പോകണം. അങ്ങനെ ഭഗവാന്റെ വിലാസങ്ങൾ. അവർ പോവും പിന്നാലെ പിന്നാലെ, ഈ ഉണ്ണികളുടെ പിന്നാലെ. അവർ എല്ലാ സ്ഥലത്തും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അടുത്ത ഗൃഹങ്ങളിലുമില്ല, ദൂരത്തുള്ളതായ കുളങ്ങളിലോ വയലുകളിലോ ഒക്കെ കളിക്കുന്നതായിട്ടായിരിക്കും. അങ്ങനെയുള്ള അവരുടെ ആ ലീലകൾ സ്മൃത്വാ സ്മൃത്വാ തവ വിലസിതാനി ഉച്ചകൈ, വീണ്ടും വീണ്ടും ഓരോ ഗോപിയും പറയാൻ തുടങ്ങി. താനി താനി, ഓരോന്ന്. ഒരു ഗോപിക്കൊന്ന് പറയാണ്ട് വേറൊരു ഗോപി വേറൊന്ന് പറയും. രുദ്ധാലാപാഹ, കുറച്ചങ്ങോട്ട് പറയുമ്പോഴേക്ക് അവരുടെ വാക്കുകൾ വരില്ല. വാക്കുകൾ ഇവിടെ തടയും, ഗദ്ഗതമാവും. രുദ്ധാലാപാഹ കഥമവി പുനർഗദ്ഗതം വാചമൂജുഹു, എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി മെല്ലെ മെല്ലെ വാക്കുകൾ പറയും. ഭഗവാനെക്കുറിച്ച് പറയുമ്പോഴേക്ക് അവരുടെ വാക്കുകൾ തൊണ്ടയിൽ തടയും, ഗദ്ഗതം. പിന്നെ മെല്ലെ ശ്രമിച്ച് ആ ഭഗവാനെക്കുറിച്ച് ഉള്ളതായ വാക്കുകൾ ഗദ്ഗതാം വാചമൂജുഹു, മെല്ലെ മെല്ലെ ആ ഉണ്ണിയെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറയും. ഇതൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ ഉദ്ധവരുമായിട്ടുള്ളതായ ആ പെരുമാറ്റം എങ്ങനെയാണ്? സൗജന്യാദീൻ, സുജനത മുതലായത്. എപ്രകാരം ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ അദ്ദേഹത്തിന് വരൂ, ഇരിക്കൂ, വെള്ളം എടുക്കട്ടെ കുടിക്കാൻ എന്നൊക്കെ ചോദിക്കണം. അതാണ് സുജനത, സൗജന്യം. അതെല്ലാം മറന്നു. അപ്പോൾ നന്ദഗോപരുടെ ഗൃഹത്തിൽ നിന്ന് അവരുടെ ഗൃഹത്തിലേക്ക് വന്നു എന്ന് വേണം വിചാരിക്കാൻ. ഉദ്ധവർ അവരുടെ ഗൃഹത്തിലേക്ക് വന്നു. അദ്ദേഹത്തിനെ സ്വീകരിക്കാതെ സൗജന്യാദീൻ. പിന്നെയോ നിജപരഭിത, തങ്ങൾ ആരാണ്? പാലും മോരും വിറ്റ് നടക്കുന്ന
ഇടയെത്തികൾ അല്ലേ? ഇദ്ദേഹവും ആ മധുരാപുരിയിലെ മന്ത്രിയാണ്. നിജപരഭിതാം, തങ്ങളുടെയും വന്നിരിക്കുന്ന അന്യൻ്റെയും ആ ഭേദത്തെക്കുറിച്ച് ഓർമ്മയില്ല അവർക്ക്. അലം വിസ്മരന്ത്യഹ, ഒക്കെ തീരെ മറന്ന്, അല്പം പോലും ബഹുമാനമില്ലാതെ കണ്ട്. സുജനത കാണിക്കാതെ അവർ അദ്ദേഹത്തോട് പെരുമാറി. പക്ഷേ അതുകൊണ്ട് ഉദ്ധവർക്ക് മനസ്സിന് യാതൊരു വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നർത്ഥം. ഇതാണ് അവരുടെ മനോനില എങ്ങനെയാണെന്ന് ഉദ്ധവർക്ക് നല്ലവണ്ണം അറിയാം. ഭഗവാൻ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭക്തി. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആ ദുഃഖവും ഉണ്ടായില്ല. തന്നെ സ്വീകരിക്കാത്തത് കൊണ്ടോ തന്നോട് ഇരിക്കാൻ പറയാത്തത് കൊണ്ടോ ബഹുമാനത്തോടുകൂടി പെരുമാറാത്തത് കൊണ്ടോ ഒന്നും അദ്ദേഹത്തിന് യാതൊരു ദുഃഖവും ഉണ്ടായില്ല. നിജപരഭിതാം അപ്യലം വിസ്മരന്ത്യഹ, അവർ ആ വിധത്തിൽ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കാതെ ഇരുന്നു, സുജനത കാണിച്ചില്ല. അതിലൊന്നും അദ്ദേഹം യാതൊരു വിധത്തിലുള്ളതായ പരിഭവവും അദ്ദേഹത്തിനുണ്ടായില്ല. ശ്ലോകം 5. ഈ സമയത്താണ് അവിടെ ഒരു കറുത്ത വണ്ട് വന്നു. അപ്പം കറുത്ത വണ്ടിനോട് പറയുന്ന പോലെ ഇദ്ദേഹത്തിനോട് പറയാൻ തുടങ്ങി. ഇതാണ് ശ്രീമൻ, അല്ലയോ മഹാത്മാവേ, കിം ത്വം പിതൃജനകൃതേ, ആ പിതൃക്കൾക്ക് വേണ്ടി, നന്ദഗോപർക്കും യശോദയും അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി, പ്രേഷിതോ നിർദ്ദയേന, ആ നിർദ്ദയനായ ആ കൃഷ്ണനുണ്ടല്ലോ, ആ കൃഷ്ണൻ പറഞ്ഞയച്ചതാണ് നിങ്ങളെ. ആരോടാ ചോദിക്കണേ? വണ്ടിനോടാ ചോദിക്കുന്നത്. പക്ഷെ ആരോടാ ശരിക്കും ചോദിക്കണേ? ഉദ്ധവരോടാണ് ചോദിക്കുന്നത്. കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന, അത്രത്തോളം ദയയില്ലാത്തവനാണ്, കാരുണ്യമില്ലാത്തവനാണ് കൃഷ്ണൻ എന്ന് പോലും അവർ ചിന്തിച്ചു പോയി. ഇതാ വരുന്നു എന്ന് പറഞ്ഞ് പോയ ആൾ ഇപ്പോൾ 3-4 മാസമായിട്ടും വന്നിട്ടില്ല. 4 അല്ല 5-6 മാസമായിട്ടുണ്ടാവണം. തിരിച്ചു വന്നിട്ടും കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഇതാവുന്നത്. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന. അപ്പോഴേക്ക് വേറെ എഴുത്തി, കാസൗ കാസൗ, എവിടെയവൻ എവിടെയവൻ? നഗരസുദൃശാം, ആ പട്ടണത്തിലെ പെണ്ണുങ്ങളുടെ കാന്തനല്ലേ, കാന്തോ നഗരസുദൃശാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. അതിലിപ്പോൾ ധാരാളം സ്ത്രീകളെ അവിടെ കിട്ടിയിരിക്കുന്നു. ആ കള്ളനെവിടെ? അത് പറഞ്ഞ ഉടനെ പെട്ടെന്ന് ജോ നമ്മുടെ കൃഷ്ണനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടൂ, മനസ്സിലെങ്ങനെ തോന്നി. ഹരേ നാഥ പായാഹ, ഭവാനി രക്ഷിക്കണേ രക്ഷിക്കണേ. ആ ദുഃഖം കൊണ്ട് പറഞ്ഞു പോയതാണ്, ഞങ്ങളെ രക്ഷിക്കണേ. അത് മനസ്സിലൊന്നും വിചാരിച്ചിട്ടില്ല എന്നർത്ഥം. ആ മനോനില അതാണ്. ഓരോരുത്തരും അവരുടെ ആ മനോനില നോക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അതാണ് ഇപ്പം അവരുടെ മനസ്സിൻ്റെ നില അതാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ കൃഷ്ണൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവരുടെ വിചാരം അവിടെ നഗരത്തിൽ സുന്ദരിമാരുണ്ട്, ആ സുന്ദരിമാരുടെ കൂടെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തിനാണ് പാലും മോരും വെച്ച് നടക്കും? ഞങ്ങൾ എന്തിനാണ്?
ഉടനെ കൃഷ്ണനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് മനസ്സിൽ തോന്നി. അതാണ് ഹാ ഹരേ നാഥ പായാഹ, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങാണ് ഞങ്ങളുടെ നാഥൻ, അങ്ങാണ് പ്രാണനായിട്ട് ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഞങ്ങളെ രക്ഷിക്കുന്നത്. എല്ലാവർക്കും അറിയാം, എല്ലാം അറിയാം, ജ്ഞാനമുള്ളവരാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിനെക്കുറിച്ചൊക്കെ അവർക്ക് അറിവുള്ളതാണ്. എങ്കിലും ഇപ്പോൾ ആ പ്രേമം മൂലം, അതാണ് കൃഷ്ണനോടുള്ളതായ പ്രേമം, ആ പ്രേമം മാറിയിട്ടില്ല. അപ്പോൾ അവർ ഭഗവാൻ ആ രാസക്രീഡ സമയത്ത് അവരോട് ചെയ്തിട്ടുള്ളതായ എല്ലാം ഓർമ്മിക്കണം. ആശ്ലേഷാണാം, ഞങ്ങളെ ആ രാസക്രീഡ സമയത്ത് ആ രാത്രികളിൽ ആലിംഗനം ചെയ്ത് ഓർമ്മയുണ്ടോ? ആശ്ലേഷാണാം. അമൃതവപുഷ, അങ്ങയുടെ ആ മനോഹരമായ ആ ശരീരത്തിനെ ആലിംഗനം ചെയ്യാനുള്ളതായ ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടായല്ലോ. ഹന്ത ഛോ, എന്തിനിതൊക്കെ പറയുന്നു? തേ ചുംബനാനാം, അങ്ങയുടെ ചുംബനങ്ങൾ, അങ്ങയുടെ ആലിംഗനങ്ങൾ. ഉന്മാദാനാം കുഹകവചസാം, ഉന്മത്തനായിട്ട് പലതരത്തിലുള്ളതായ കാപട്യ വാക്കുകൾ ഉച്ചരിക്കുക. കുഹകവചസ, കള്ളവാക്കുകൾ പലതും പറയുന്നത്. വിസ്മരേത് കാന്തകാവ, ആർക്കാണ്, ഏത് സ്ത്രീക്കാണ് അതെല്ലാം മറക്കാൻ സാധിക്കുക? ഹേ ഭഗവൻ, ഞങ്ങളുടെ ദുഃഖം കൊണ്ട് പറഞ്ഞു പോയതാണ്. ആ രാസക്രീഡ സമയത്ത് അങ്ങ് ഞങ്ങളെ ആനന്ദിപ്പിച്ചത് ചുംബനം കൊണ്ടും ആശ്ലേഷണം കൊണ്ടും മനോഹരമായ രസിപ്പിക്കുന്നതായ വാക്കുകളെ കൊണ്ടും ഞങ്ങളെ ഏതെല്ലാം വിധത്തിൽ അങ്ങ് ആനന്ദിപ്പിച്ചു. വിസ്മരേ കാന്ത കാവ, ഹേ ഭഗവൻ, ഏതൊരു സ്ത്രീക്കാണ് അത് മറക്കാൻ സാധിക്കുക? ഞങ്ങളതൊന്നും മറന്നിട്ടില്ല എന്നുകൂടി അവിടെ വ്യക്തമാക്കുകയാണ്. ഭാഗവത്തിൽ ഭ്രമരഗീതമുണ്ട്. ആ ഭ്രമരഗീത ഭാഗമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉദ്ധവരോടാണ് പറയണമെങ്കിലും അത് ആ ഒരു വണ്ടിനോട് പറയുന്നത് പോലെ ആണ് അവർ പറഞ്ഞത്. അങ്ങയെ ഒരിക്കലും ഒരു സ്ത്രീക്കും അങ്ങയെ മറക്കാൻ സാധിക്കില്ല എന്ന് അവർ വീണ്ടും പറഞ്ഞു.